ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ത്വം തു ഭക്തി പ്രിയാ തസ്യ സതതം പ്രാണതോധികാ ത്വയാഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ്വപി. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമുക്കറിയാം, ആദ്യത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യത്തെ 21 ശ്ലോകങ്ങൾ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇനി മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. ആ ഭഗവാന് എങ്ങനെയാണ് ഓരോരുത്തരെയും രക്ഷിക്കുന്നത് എന്നാണ് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് അല്ലേ. ഓരോരുത്തർക്കും എന്താണോ, ഏത് രീതിയിലാണോ ആ രക്ഷ അർഹിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടത്, ആ രീതിയിൽ ഭഗവാൻ അവരെ രക്ഷിക്കുമെന്ന് നമ്മൾ കണ്ടു. അതിന് ഉദാഹരണമായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ ദ്രൗപദിയുടെ കാര്യം പറഞ്ഞു, ഗോപസ്ത്രീകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനിയും അടുത്തതായിട്ട് പറയുന്നത്, ഇവരൊക്കെ ഈ ഗോപസ്ത്രീകളും ദ്രൗപദിയും ഒക്കെ ഭഗവാന് പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് പറയുമ്പോൾ അടുത്തതിനെയും ഭക്തിദേവിയുടെ കാര്യമാണ് ഇവിടെ നാരദ മഹർഷി ഭക്തിദേവിക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ പറയുകയാണ്, ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, അല്ലയോ ഭക്തിദേവി. അവിടുന്ന് ആകട്ടെ, ഭക്തി എന്നുള്ളത് ഇവിടെ സംബോധനയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ അല്ലയോ ഭക്തിദേവി അങ്ങാകട്ടെ. ഇപ്പോൾ പാഞ്ചാലിയുടെ കാര്യം പറഞ്ഞു, ഗോപസ്ത്രീകളുടെയൊക്കെ കാര്യം പറഞ്ഞു. ഇനി അവിടുന്ന് ആരാണ് എന്നാണ് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഭക്തിദേവിയുടെ തന്നെ ആ ഒരു ഉള്ളിലെ ആ ഒരു ശക്തി പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇവിടെ ഭക്തിദേവി അത്രമാത്രം ദുഃഖിതയായിട്ടാണ് ഇവിടെ ശ്രീ നാരദ മഹർഷിയെ സമീപിച്ചത് തന്നെ അല്ലേ. ആ ഒരു സമാഗമം അവർ തമ്മിൽ ഉണ്ടായത് തന്നെ ആ ദുഃഖത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ഏതൊരു ദുഃഖമാകട്ടെ, സങ്കടമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയമായിക്കോട്ടെ, സങ്കടങ്ങൾ, ഇതൊക്കെ തന്നെയും നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദുഃഖമെന്ന് പറയുന്നത് ശക്തിയാണ്. നമുക്ക് കുന്തിദേവി നമ്മുടെ ഒരു സ്തുതി ഇനിയും വരുന്നുണ്ട് ഭാഗവത്തിൽ, പ്രഥമ സ്കന്ധത്തിൽ കാണാം. നമുക്ക് അവിടെ ഭഗവാനോട് പറയും, ദുഃഖങ്ങൾ ഇനിയും തന്നോളൂ, കാരണം അപ്പോഴേ ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുള്ളൂ. എന്നെയും എൻ്റെ മക്കളെയും ഏതേതെല്ലാം സാഹചര്യങ്ങളിൽ, ഏതേതെല്ലാം പ്രതിസന്ധികളിൽ അങ്ങ് രക്ഷിക്കാൻ ഓടി വന്നുവോ, മറ്റാരും തുണയില്ലാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വർത്തിച്ചുവോ, അതുകൊണ്ട് ദുഃഖങ്ങൾ ഇനിയും തരൂ, എങ്കിലേ എനിക്ക് അവിടുത്തെ ആ ഒരു സാമീപ്യത്തെ സദാ അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കൊരു ജീവിതത്തിൽ ഒരു ദുഃഖം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത്. അഥവാ ആ ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ തൻ്റെ കൈക്കുമ്പിളിൽ നമ്മളെ കൊണ്ടു നടക്കുന്നത് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ്. അതിന് ഭഗവാൻ തരുന്ന കാരുണ്യമാണ്, ഭഗവാന്റെ കരുണാകടാക്ഷമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണിപ്പോൾ ഭക്തിദേവി നിൽക്കുന്നത്. അതുകൊണ്ട് ഭക്തിദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ ഭക്തിദേവി അങ്ങാകട്ടെ പ്രിയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവളാകുന്നു. തസ്യ ആർക്ക്? ആ ഭഗവാന്റെ പ്രിയപ്പെട്ടവളാകുന്നു അവിടുന്ന്. എപ്പോൾ എന്നാണെങ്കിൽ സതതം, എപ്പോഴും. അത് ഒരു പ്രത്യേക സമയത്തല്ലേ, എപ്പോഴും ഭഗവാൻ ഏറ്റവും പ്രിയം എന്താ? ഭക്തിയാണ്. അപ്പോൾ അല്ലയോ ഭക്തിദേവി അങ്ങ് ആ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളാകുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ ഭക്തിയോടുകൂടി ആര് വിളിച്ചാലും, ഭക്തി എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്നും ഭിന്നമല്ലാതെ തന്നോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ആ ഭഗവാൻ എന്ന സത്യത്തെ തിരിച്ചറിയലാണ് ഭക്തി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളിൽ നിന്ന് ഭിന്നമായ ഒരു ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നിടത്താണ് ഭക്തിക്ക് കാപട്യമുണ്ടാകുന്നത്. മറിച്ച് തന്നിൽ തന്നെയാണ് ആ ഭഗവാൻ, താൻ ഭഗവാനോട് ചേർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ അങ്ങനെ ചേർത്ത് വച്ചിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ആ ഉത്തമമായ ഭക്തി, അവിടെ മഹത്തായ ഭക്തി, ഏറ്റവും സുവിശേഷമായ, ഏറ്റവും മംഗളകരമായ ഭക്തി അവിടെയാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ അല്ലയോ ഭക്തി ദേവി, അവിടുന്ന് ആകട്ടെ ഭഗവാന് എപ്പോഴും പ്രിയപ്പെട്ടവളാണ്. ഇനി എത്രമാത്രമുണ്ട് ആ പ്രിയമെന്നാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രാണതോധിക, പ്രാണതഃ അധിക, അധിക, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാണതോധിക. പ്രാണതഃ, പ്രാണനേക്കാൾ അധികം, തൻ്റെ സ്വന്തം പ്രാണനേക്കാൾ അധികമായി. അല്ലയോ ഭക്തിദേവി, അവിടുന്ന് ആ ഭഗവാന് പ്രിയപ്പെട്ടവളാകുന്നു. അപ്പോൾ ഭഗവാന് തൻ്റെ പ്രാണനേക്കാൾ പ്രിയമാണ് ഭക്തിദേവി അവിടുത്തോടുള്ളത്. ഏറ്റവും പ്രിയം ഭക്തിദേവി, പ്രാണനേക്കാൾ അവിടുത്തെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നു, ഭക്തിയെ ഇഷ്ടപ്പെടുന്നു. അതിന് ഒരു ഉദാഹരണം കൂടി, ഒരു പ്രമാണം കൂടി പറയുകയാണ് ശ്രീ നാരദ മഹർഷി. ത്വയാ ആഹൂതസ്തു, ത്വയാ ആഹൂതസ്തു ഭഗവാൻ, ത്വയാ ആഹൂതസ്തു, ത്വയാ ആഹൂത തു, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ത്വയാ ആഹൂതസ്തു. ത്വയ, ത്വയ എന്ന് പറഞ്ഞാൽ നിന്നാൽ, അഥവാ ഇവിടെ ആ ഭക്തിദേവിയാൽ ആഹൂത, ആഹൂത എന്നാൽ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യപ്പെട്ടവനായി. തു എന്നാൽ നമ്മൾ പറഞ്ഞു ആകട്ടെ. അപ്പോൾ ആ ഭഗവാനാകട്ടെ അല്ലയോ ഭക്തിദേവി അവിടുന്നിനാൽ, അവിടുത്താൽ ആഹ്വാനം ചെയ്യപ്പെട്ടവനായി അല്ലെങ്കിൽ അവിടുന്ന് വിളിക്കപ്പെട്ടവനായി ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ യാതി, യാതി എന്ന് പറഞ്ഞാൽ പോവുക, പോയിരിക്കുന്നു അല്ലെങ്കിൽ എത്തിച്ചേരുന്നു. എവിടെ? നീചഗൃഹേഷു അപി, നീചഗൃഹേഷു അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നീചഗൃഹേഷു അപി. ഗൃഹേഷു എന്ന് പറഞ്ഞാൽ നീചഗൃഹങ്ങളിൽ, അപി പോലും, അങ്ങനെ നീചഗൃഹങ്ങളിൽ പോലും ആ ഭഗവാൻ പോകുന്നു. ഇവിടെ ഗൃഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊക്കെ കല്ലും മരവും ഒക്കെ ഉപയോഗിച്ച് കെട്ടുന്ന നമുക്ക് വസിക്കാനുള്ള ഒരു ഇടമാണ് ശരിക്കും ഗൃഹം എന്ന് പറയുന്ന. നമ്മൾ എവിടെ താമസിക്കുന്നു അതിനെയാണ് ഗൃഹം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഭഗവാൻ നീചഗൃഹങ്ങളിൽ പോലും പോകുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇരിക്കുന്നത് ഈ ശരീരത്തിനുള്ളിലാണ്. അപ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അത് എത്രത്തോളം മലീമസമായാലും, ഇവിടെ പ്രത്യക്ഷമായ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഗൃഹങ്ങളിൽ പോലും പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ശരീരമാകുന്ന ഗൃഹത്തിനുള്ളിൽ വസിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്തോട്ടെ, ഒടുവിൽ ഭക്തിയോടുകൂടി ഭഗവാനെ ഒന്ന് വിളിച്ചാൽ ഭഗവാൻ അങ്ങനെയുള്ള ഭക്തരെ, ആ ഗൃഹത്തെയൊക്കെ ഭഗവാൻ അധിവസിക്കുന്ന, ഭഗവാൻ ഇല്ലാത്ത ഒരിടവുമില്ല. പക്ഷേ എന്നിട്ടും നീചഗൃഹങ്ങളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ, പോയി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ഭഗവാൻ നമ്മളുടെ കർമ്മങ്ങളൊക്കെ മലീമസമായിരുന്നാലും ഒടുവിൽ ആ മാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഭഗവാനെ ഒന്ന് ഭക്തിയോടുകൂടി വിളിക്കുകയേ വേണ്ടൂ. ഭഗവാൻ ഓടിയെത്തുകയായി. എന്തിനാ? തൻ്റെ ഭക്തരെ, ഭക്തിയോടുകൂടി തന്നെ വിളിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി. ആ സമയത്ത് അവരുടെ ആ ദുഃഖകരമായ ഘട്ടത്തിൽ അവർക്ക് യാതൊരു വിധത്തിലാണോ തന്നെ വേണ്ടത്, ആ വിധത്തിൽ ഭഗവാൻ അവിടെ അവതരിക്കുന്നു, സഹായിക്കുന്നു. ഇനിയും പ്രത്യക്ഷമായ ഒരു അർത്ഥം പറയാനാണെങ്കിൽ ഇവിടെ നമുക്കറിയാം വിതുരരുടെ വീട്ടിൽ ഭഗവാൻ പോകുന്നുണ്ട്. വിതുരർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാസീപുത്രനാണ്. വിളിച്ചതാകട്ടെ ദുര്യോധനൻ. തൻ്റെ ഗൃഹത്തിൽ, തൻ്റെ കൊട്ടാരത്തിൽ വന്ന് ആ സൽക്കാരങ്ങൾ സ്വീകരിക്കാൻ വിളിക്കുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? നേരെ വിതുരരുടെ അടുത്ത് പോയിട്ട് ആ ദാസീപുത്രനായിട്ടുള്ള വിതുരരുടെ സമീപം പോയി, വിതുരരുടെ ഗൃഹത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഭഗവാനെ, അവിടെ ഭഗവാൻ പോകുന്നത് എന്തിനാ? തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ടാണ്. കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ്. ആ ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടേണ്ടതില്ല. ഭഗവാൻ സമയാസമയങ്ങളിൽ ഭക്തരെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ്.
ഒന്ന് വിളിക്കുകയേ വേണ്ടൂ. പക്ഷെ ആ വിളി ഭക്തിപൂർണമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ തട്ടി അങ്ങനെ ഒരു വിളിയാവണം. ആ വിളി വരണമെങ്കിലാകട്ടെ നമുക്ക് നല്ല പോലെ ദുഃഖകരമായ സങ്കടകരമായ ഒരവസ്ഥയിൽ മാത്രമേ ആ വിളി നമ്മുടെ അങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ആ ഭഗവത്പാദങ്ങളെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഃഖമാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ. ആ ശക്തി എവിടെയാ? ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളിൽ ഉണർന്നങ്ങോട്ട് വർത്തിക്കുകയായി, നമ്മളെ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയായി. അപ്പോൾ ആ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയാണ്. നമ്മുടെ സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയിക്കാനുള്ള ഒരു അവസരമാണ്. ആ സമയത്ത് നമുക്ക് പ്രതികൂലമായി വർത്തിക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ ഒരു തരത്തിൽ ഭഗവാൻ അവരെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയിച്ചുകൊണ്ട് ആ കാരുണ്യമൂർത്തിയായ ഭഗവാൻ തൻ്റെ കരുണാകടാക്ഷത്തിലൂടെ നമ്മളെ ഒന്ന് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഓരോ സങ്കടകരമായ അവസ്ഥകൾ കഴിയും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തരാകുന്ന നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത് നമ്മുടെ കഴിവല്ല, ഭഗവാന്റെ അതിയായ കാരുണ്യം കൊണ്ടാണ് നമുക്കങ്ങനെ ഉയർന്നു വരാൻ കഴിയുന്നത്. നമ്മളെ അങ്ങനെ സ്വർണം തീയിലിട്ടുരുക്കി അതിൻ്റെ ആ ഒരു തിളക്കം കൂട്ടുന്നത് പോലെ, അതിലെ മാലിന്യങ്ങളെല്ലാം നീക്കി അതിനെ പരിശുദ്ധമാക്കുന്നത് പോലെ നമ്മളെ ദുഃഖകരമായ സങ്കടങ്ങളിലൂടെ കടത്തിവിടുന്ന ഭഗവാൻ നമ്മളെയും പരിശുദ്ധരാക്കുകയാണ്. എന്തിനാ? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ മുന്നേറാനുള്ള ഒരു ശക്തിയായി ഭഗവാൻ അങ്ങനെ തൻ്റെ ഭക്തരുടെയൊക്കെ കൂടെ നടന്നനുഗ്രഹിക്കുന്നത് കാണാം. ഇനിയും മറ്റൊരു തരത്തിൽ ഇത് പറഞ്ഞാൽ നമുക്കറിയാം, ഭഗവാൻ ആരെയെല്ലാമാണ് തൻ്റെ കരുണാകടാക്ഷത്താൽ അനുഗ്രഹിച്ചത്. പ്രഹ്ലാദൻ അസുരവംശമായിരുന്നു. അപ്പോൾ ജനിച്ച കുലം ഒരു ഭഗവാന്റെ കണ്ണിൽ അതിനൊരു ഭേദമില്ല. ഏതു വംശമായിക്കോട്ടെ, ഏതു കുലമായിക്കോട്ടെ, ഏത് ഗൃഹത്തിലായിക്കോട്ടെ, ഭഗവാൻ അവിടെ തൻ്റെ ഭക്തനെ സംരക്ഷിക്കാൻ ഓടിയെത്തും. ഇനി മനുഷ്യനായിപ്പോലും പിറക്കേണ്ട ഗജേന്ദ്രന് മോക്ഷം കൊടുത്ത ഭഗവാൻ മൃഗമായിരുന്നു, എത്തി. തന്നെയുമല്ല, ഭഗവാൻ അവിടെ ഒരു കാരുണ്യവും കൂടി കാണിച്ചു. ആ ഭക്തൻ്റെ പാദങ്ങളെ പിടിച്ച മുതലയ്ക്കു പോലും ഭഗവാൻ മോക്ഷം കൊടുത്തു. അപ്പോൾ ഭക്തൻ്റെ പാദങ്ങളെ പിടിക്കുന്ന ഭക്തദാസനെയും ഭഗവാൻ ഒരേപോലെ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ ഒന്ന് വിളിക്കേ വേണ്ടൂ. അവിടെ ഭഗവാനെ ആ ഗജേന്ദ്രൻ ഒന്ന് വിളിച്ചതേയുള്ളൂ. ഭക്ത പ്രഹ്ലാദൻ സദാ വിളിച്ചുകൊണ്ടിരുന്നു. അവിടെയും നമുക്ക് കാണാം, ആ ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ കഥ പറയുന്നിടത്ത് നമുക്ക് കാണാം, അത്ര കാലവും തൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്, താൻ ഗജേന്ദ്രനാണ്, തന്നേക്കാൾ വലിയ ശക്തിമാനായ ഒരു ആനയില്ല എന്ന് നന്നായി തിരിച്ചറിഞ്ഞിരുന്നു ഗജേന്ദ്രൻ. തന്നെയുമല്ല, തൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ ധാരാളം ആനക്കൂട്ടങ്ങൾ തൻ്റെ സഹായത്തിനുണ്ട്. തനിക്ക് ബലമായിട്ടുണ്ടെന്ന് കരുതിയിരുന്ന ഗജേന്ദ്രൻ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അതുവരെ തനിക്ക് കൂടെയുണ്ടാവുമെന്ന് കരുതിയിരുന്ന, തനിക്ക് താങ്ങായി വർത്തിക്കേണ്ടിയിരുന്നവരൊക്കെ പായലുപോലെ ഒഴിഞ്ഞു പോയപ്പോൾ ഭഗവാൻ കൈവിട്ടില്ല. അവിടെ ഇരുന്ന് വിളിച്ച ആ വിളി, ഭഗവാനെ ഒന്ന് വിളിക്കാൻ അപ്പോൾ മാത്രമാണ് കഴിഞ്ഞത്. എന്തുകൊണ്ട്? തനിക്കാരുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, തൻ്റെ യഥാർത്ഥ ബലം തനിക്ക് ചുറ്റുമുണ്ടെന്ന് കരുതിയിരുന്ന ഇതൊന്നുമല്ല എന്ന് മനസ്സിലായപ്പോൾ ഗജേന്ദ്രന് നന്നായിട്ട് ഉള്ളുരുകി വിളിക്കാൻ, ഭഗവാനെ നന്നായി ഒന്ന് സ്മരിക്കാൻ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഓടിയെത്തി ആ ഗജേന്ദ്രനെ രക്ഷിക്കാൻ. ഈ സംസാര സാഗരത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ നേരിട്ട് ഓടിയെത്തി. ഭക്തപ്രഹ്ലാദൻ വയറ്റിൽ വെച്ച്, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഭഗവാനെ, അവിടുത്തെ നാമം, അവിടുത്തെ ചരിതങ്ങൾ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാഭാഗ്യവാനായിരുന്നു. ആ കയാധുവിൻ്റെ വയറ്റിൽ നിന്ന് തുടങ്ങിയ ഭഗവാന്റെ നാമസങ്കീർത്തനം കേൾക്കുന്നതും ജപിക്കുന്നതും സദാ പിന്നെ ആ ലോകത്തിൽ ജീവിച്ച ഭക്തപ്രഹ്ലാദനെ ഏതെല്ലാം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ, ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടിയും ജീവിതത്തിൽ ഒരു കാലത്ത് നേരിട്ടിട്ടില്ലാത്തത്ര പരീക്ഷണ ഘട്ടങ്ങളിലൂടെ, ദുർഘടമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഒരു പോറലു പോലും ഏൽക്കാതെ ഭഗവാൻ കാത്തുവെങ്കിൽ, സദാ നാമം ജപിച്ചുകൊണ്ടിരുന്നിരുന്ന അജാമിളന്
ഇടയ്ക്കെവിടെയോ ജീവിതത്തിൽ കാലിടറിയപ്പോൾ ആ ജാമിളൻ തൻ്റെ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ച് സഞ്ചരിച്ചപ്പോഴും അവസാനം തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു ഭഗവാനെ ഉള്ളുരുകി നാരായണ എന്ന 4 അക്ഷരം കൊണ്ട് പ്രകീർത്തിച്ചപ്പോൾ അവിടെയും ഓടിയെത്തി ഭഗവാൻ ആ ഭക്തനെ രക്ഷിക്കാൻ, തൻ്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. അല്ലയോ ഭക്തിദേവി, ഈ കഥകളൊക്കെ ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ആ ഭക്തിദേവിയുടെ മഹത്വം, ഭക്തിയുടെ മഹത്വം കാണിച്ചു കൊടുത്ത് ആ ഭക്തിദേവിയെ തൻ്റെ ശക്തി ബോധ്യപ്പെടുത്തി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി. അപ്പോൾ എത്ര നീചഗൃഹങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ അല്ലയോ ഭക്തിദേവി അവിടുന്ന് ആഹ്വാനം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് വിളിച്ചതുകൊണ്ട്, അഥവാ ഈ ഭക്തിയിലൂടെ ഭക്തിയെ ആശ്രയിക്കുന്ന ഓരോരുത്തരും വിളിക്കുന്നതിലൂടെ ഭഗവാൻ എത്ര നീചമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളായിരുന്നാലും വ്യക്തികളായിരുന്നാലും ഭഗവാൻ അവിടെയൊക്കെ അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ പോലും ഓടിയെത്തുന്നു. അല്ലയോ ഭക്തിദേവി, അങ്ങാവട്ടെ ഭഗവാന് തൻ്റെ പ്രാണനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. എത്ര സുന്ദരമായിട്ടാണ് ശ്രീ നാരദ മഹർഷി ആ ഭക്തിദേവിയുടെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ ദുഃഖകരമായ ഒരു സാഹചര്യം വന്നപ്പോൾ തൻ്റെ പുത്രന്മാർ തളർന്നു, മാനസികമായി ഭക്തിദേവിയും തളർന്നു എങ്കിൽ ആ തളർന്നിരുന്ന ഭക്തിദേവിക്ക് ആ മനസ്സിൻ്റെ തളർച്ചയിൽ, ക്ഷീണത്തിൽ തൻ്റെ മഹത്വമൊക്കെ മറന്നുപോയിരുന്നു. ഇവിടെ അതെല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വരികയാണ് ശ്രീ നാരദ മഹർഷി. എന്നിട്ട് ആ ഭക്തിദേവിയുടെ മനസ്സിന് ധൈര്യം കിട്ടിയാൽ അവിടെ നിന്ന് പതിയെ ഉയർത്തിക്കൊണ്ടുവരാനാവുമെന്ന് ശ്രീ നാരദ മഹർഷിക്ക് അറിയാമായിരുന്നു. മനസ്സ് എപ്പോൾ തളരുന്നോ പിന്നീട് ശരീരത്തിന് ഉയർച്ചയുണ്ടാവില്ല. ശരീരം തളരുമ്പോഴും മനസ്സ് തളരാതെ ഇരുന്നാൽ പിന്നീട് ആ മനസ്സിൻ്റെ ബലം കൊണ്ട് ശരീരത്തെ പോലും ഉയർത്താൻ കഴിയും. എന്നാലോ മനസ്സ് തളരാതിരിക്കണമെങ്കിൽ തളർച്ചയില്ലാത്ത, ക്ഷയമില്ലാത്ത ഒന്നിലേക്ക് മനസ്സിനെ ചേർത്ത് വയ്ക്കുകയും വേണം. അതാണ് ആ സാക്ഷാൽ ഭഗവാനിലേക്ക് ചേർത്ത് വെക്കുന്ന മനസ്സിനെ തളർത്താൻ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിനും കഴിയില്ല. കാരണം അവിടെയൊക്കെ തുണയായിട്ട് ഭഗവാൻ കൂടെയുണ്ടാവും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വം തു ഭക്തി പ്രിയാ തസ്യ സതതം പ്രാണതോധികാ ത്വയാഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ്വപി. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ പാദത്തിൽ ഭക്തി, അവിടെ ഒരു വിസർഗമുണ്ട്, അതൊരു പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് പ്രാണതോധിക, അവിടെ ഒരു വിശ്ലേഷണം ഉള്ളത് കൊണ്ട് ഒകാരം 1 നീട്ടിയെടുക്കുക. അതുപോലെ ത്വയാഹൂതസ്തു, അവിടെ എന്നുള്ളത് നീട്ടിയെടുക്കേണ്ടതുണ്ട്. ആഹൂത, ത്വയായ്ക്കും ഒരു അകാരമുണ്ട്, പിന്നെ ആഹൂത, എന്നാൽ അത് പ്രത്യേകം പറയണ്ട, അത് ചേർത്ത് തന്നെ വായിക്കുക, നീട്ടിയെടുക്കുക. ത്വയാഹൂതസ്തു. പിന്നെ അടുത്തത് നീചഗൃഹേഷ്വപി, അവിടെ നീചഗൃഹേഷു അപിയാണ്, അതുകൊണ്ട് ഷ്വ എന്നുള്ളതിന് അകാരം കൊടുക്കുക. നീചഗൃഹേഷ്വപി. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.